പാർവതി, നീ ഇവിടെ വരുമെന്ന് എനിക്കറിയായിരുന്നു. കാരണം എന്റെയും നിന്റെയും മനസ്സൊന്നല്ലേ. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല പാർവതി. അതുപോലെ നിനക്ക് എന്നെയും കാണാതിരിക്കാൻ കഴിയില്ലല്ലോ. എനിക്ക് എന്റെ പാർവനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ വെച്ച് വേണ്ട പാറു, ആരെങ്കിലും കയറി വരും. ആരുടെയും ശല്യമില്ലാതെ വേണം എനിക്ക് പാർവതിയോട് സംസാരിക്കാൻ. വരൂ പാർവതി. പാറു, പാറു എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വരൂ പാറു, മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് ഏറ്റവും പറ്റിയ സ്ഥലം ഗോഡൌണാ. എന്താ പറയാനുള്ളത്? എന്റെ കൂടെ ഗോഡൌണിലേക്ക് വരില്ലേ? മാറി നിന്ന് സംസാരിക്കുമ്പോഴാ ആരെങ്കിലും ഒക്കെ ശ്രദ്ധിക്ക. ഇവിടെ നിന്ന് പറഞ്ഞാ മതി. എന്താ ഇവളുടെ മനസ്സിൽ? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. മനസ്സ് നിറയെ ഗന്ധർവനാ. പക്ഷെ നേരിട്ട് കാണുമ്പോ ആ അടുപ്പം കാണിക്കുന്നുമില്ല. ഇനി കള്ളക്കളി എങ്ങാനും മനസ്സിലായിട്ടുണ്ടാവൂ? ഏയ് ഇല്ല. കള്ളക്കളി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവൂ? ആരെങ്കിലും കാണുമോ എന്നുള്ള പേടി തന്നെയായിരിക്കും. അത് ഈ നാട്ടിൻപുറത്തൊക്കെ ജനിച്ചു വളർന്നതല്ലേ, അതായിരിക്കും. എന്താ പറയാനുള്ളത്? അല്ല, പാറുവിന്റെ തീരുമാനം എന്താ? അല്ല, അത് ഇതുവരെ പറഞ്ഞില്ല. എന്റെ തീരുമാനോ? എനിക്ക് മനസ്സിലായില്ല. പാറുവിന് മനസ്സിലായി. ഞാൻ കാത്തിരിക്കുന്ന കണ്ടപ്പോ തന്നെ ഞാൻ പാറുവിന്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണെന്ന് പാർവതിക്ക് മനസ്സിലായി. മനസ്സിലായില്ല എന്ന് അഭിനയിക്കുകയാണ്. വേണമെങ്കിൽ ഞാൻ അമ്പലത്തിൽ വെച്ച് പാറുവിനോട് പറഞ്ഞത് ഇവിടെ വെച്ച് ഒരിക്കൽ കൂടി പറയാം. ഒരിക്കൽ കൂടെയല്ല, എന്റെ പാറുവിന്റെ മനസ്സ് മാറുന്നത് വരെ ഞാൻ പറയാം. നമ്മുടെ കല്യാണക്കാരിയാ. ഇന്നലെ രാത്രിയും അമ്മ എന്റെ കല്യാണക്കാരി സംസാരിച്ചു. അമ്മയുടെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതാണ് എന്റെ പ്രശ്നം. എനിക്കൊരു ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞ അമ്മ പിന്നെ അതും പറഞ്ഞ് എന്റെ അടുത്ത് വരില്ല. അമ്പലനട്ടിൽ വെച്ച് ഞാൻ നിന്റെ കഴുത്തിൽ ഒരു താലി കെട്ടും. അതിലപ്പുറം നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. നിന്റെ ചേച്ചിയുടെ കല്യാണം നടക്കുന്നത് വരെ നമ്മൾ ഇതുപോലെ തന്നെ കഴിയും. നീ നിന്റെ ഹോസ്റ്റലിലും ഞാൻ എന്റെ വീട്ടിലും. ഇതാ ഞാൻ അമ്പലത്തിൽ വെച്ച് പറഞ്ഞത്. നിന്റെ മറുപടിക്ക് വേണ്ടിയാ ഞാനിവിടെ കാത്തു നിൽക്കുന്നത്. ഇതിന്റെ മറുപടി ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞിരുന്നു. എനിക്ക് എന്റെ അച്ഛനും അമ്മയും ചേച്ചിയും ഒന്നും പറ്റിക്കാൻ കഴിയില്ല. എനിക്കുണ്ടൊരമ്മ. ഇപ്പോഴും നന്ദൻ വെറും കുഞ്ഞാണെന്ന് വിശ്വസിക്കുന്ന ഒരു പാവ അമ്മ. എന്റെ അമ്മയെ ഞാൻ ഇതുവരെ സങ്കടപ്പെടുത്തിയിട്ടില്ല. പക്ഷെ നിനക്ക് വേണ്ടി എന്റെ അമ്മയെ സങ്കടപ്പെടുത്താൻ എനിക്ക് ഒരു മനസാക്ഷിക്കുത്തും തോന്നുന്നില്ല. കാരണം നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാ ഞാൻ എന്റെ അമ്മയെ സങ്കടപ്പെടുത്തുന്നത്. നീ എന്റെ ജീവന. പക്ഷെ നിനക്ക് നിന്റെ വീട്ടുകാരെ സങ്കടപ്പെടുത്താൻ വയ്യ, അല്ലേ പാർവതി? ഞാൻ നഷ്ടപ്പെട്ടാലും നിനക്ക് നിന്റെ വീട്ടുകാർ മതി, അല്ലേ പാർവതി? അപ്പൊ നിന്റെ സ്നേഹം സത്യമായിരുന്നില്ല അല്ലേ? വേറൊരു പെൺകുട്ടിയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല പാർവതി. നിന്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെ സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല. മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു പെണ്ണിനൊപ്പം ജീവിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം മരിക്കുന്നതാ. അത് നിന്റെ മുന്നിൽ വെച്ച് തന്നെ ആയിക്കോട്ടെ. ഞാനിതെന്റെ കഴുത്തിൽ കുത്തിയിറക്കാൻ പോവാ. അവസാന ശ്വാസം എടുക്കുമ്പോഴും എന്റെ മനസ്സിൽ നീ ആയിരിക്കും, നീ മാത്രമായിരിക്കും. പാർവതി, വിടാൻ. ഞാൻ ഇത് തന്നെയാ തിരയുന്നത്. മെറ്റീരിയൽസ് വന്നപ്പോ ബോക്സ് തുറക്കാൻ വേണ്ടി നിഷ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. തിരിച്ചു കൊടുക്കാൻ മറന്നുപോയി. എന്റെ കത്രിക കൊണ്ടുപോയി കളഞ്ഞു എന്ന് പറഞ്ഞ് നിഷ ചേച്ചി ഒരേ ബഹളം. ഇങ്ങനെ അല്ല, പാറു എന്താ ഇവിടെ നിൽക്കുന്നേ? വാ.